കൂടു കൂട്ടു കൂടി കേൾക്കൂ, എല്ലാം മറക്കൂ, വേഗം സ്വന്തമാക്കൂ. റേഡിയോ കണിക്കൊന്ന മാനവീയത്തിന്റെ സ്വന്തം റേഡിയോ 480.35 മെഗാഹെർട്സ്. ഹായ് കൂട്ടുകാരെ, മാനവേദന്റെ സ്വന്തം റേഡിയോ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രൂപത്തിലും ഭാവത്തിലുമെല്ലാം ഏറെ പുതുമയുള്ള ഒരു കണിക്കൊന്നയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത്തവണ മുതൽ റേഡിയോ കണിക്കൊന്ന നമ്മുടെ സ്കൂളിന്റെ യൂട്യൂബ് ചാനൽ വഴിയാണ് സംപ്രേഷണം ചെയ്യുന്നത്. ലോകത്തിലെവിടെയിരുന്നും നമുക്കിനി നമ്മുടെ കണിക്കൊന്നയിലെ പരിപാടികൾ ആസ്വദിക്കാം. അപ്ലോഡ് ചെയ്യുന്ന പരിപാടികൾ അപ്പോൾ ലഭിക്കുന്നതിന് വേണ്ടി സ്കൂൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ഐക്കണും അമർത്തുക. റേഡിയോ കണിക്കൊന്നയുടെ മുൻ എപ്പിസോഡുകൾ കാണുന്നതിനായി പ്ലേലിസ്റ്റും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പരിപാടി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. ഞാൻ സ്നേഹ. ഞാൻ ശ്രീനയന. എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. സ്നേഹ, ഈ ശബ്ദം ആരുടേതാണെന്ന് പറയാമോ? ഇത് നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ശബ്ദമല്ലേ? ശ്രീ, ഈ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ മുത്തശ്ശൻ പറഞ്ഞു തന്ന ഒരു സംഭവമാണ്. അതെന്താണ് സ്നേഹ? ഞങ്ങളും ഒന്ന് കേൾക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചാജി ഒരിക്കൽ നിലമ്പൂരിൽ എത്തിയിട്ടുണ്ട്. നിലമ്പൂർ കോവിലകം സന്ദർശിക്കാൻ. അന്ന് ആശുപത്രി കുന്നു മുതൽ കോവിലകം വരെ ചുവന്ന പരവതാനി വിരിച്ച് 2 വശത്തും കുരുത്തോല കൊണ്ട് അലങ്കരിച്ചാണത്രേ നെഹ്റുജിയെ വരവേറ്റത്. ശരിക്കും ഉത്സവത്തിന്റെ അന്തരീക്ഷമായിരുന്നു അന്ന് എന്നാണ് മുത്തശ്ശൻ പറഞ്ഞത്. സ്നേഹ, ഈ അനുഭവം നമ്മളുമായി പങ്കുവെക്കാൻ നിലമ്പൂർ കോവിലകം പ്രതിനിധി ശ്രീ രാജേന്ദ്ര വർമ്മ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. നിലമ്പൂർ മാനവേദൻ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒരു കൂട്ടായ്മയായ ഈ പുതിയ സംരംഭം റേഡിയോ കണിക്കൊന്ന, അതിന് എല്ലാവിധ മംഗളങ്ങളും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഇങ്ങനെയുള്ള ക്രിയാത്മകമായ പ്രവൃത്തികൾ ഇനിയും ഇവിടെ എന്നും ഉരുത്തിരിഞ്ഞു വരട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത്, നമ്മുടെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നിലമ്പൂർ കോവിലകത്ത് ഒരു അതിഥിയായിട്ട് വന്നിട്ടുണ്ട്. അത് 27 ഡിസംബർ 1955 അന്നാണ് അദ്ദേഹം ഇവിടെ വന്നത്. അത് വന്ന് തികച്ചും ഒരു പേഴ്സണൽ വിസിറ്റായിരുന്നു, അല്ലാതെ ഔദ്യോഗികമായിട്ടുള്ള അല്ല. അദ്ദേഹം കേരളത്തിൽ വന്നതെന്ന് ചെറുതുരുത്തിയിലെ കലാമണ്ഡലം എന്നുള്ള പ്രസ്ഥാനമില്ലേ, അവിടെയുള്ള എന്തോ ഒരു ഇനോഗ്രേഷന് വേണ്ടി വന്നതാണ്. അപ്പോൾ അന്നത്തെ നിലമ്പൂർ കോലം വലിയ തമ്പരനായ ഏട്ടുണ്ണിയാമല്ല, അവരുടെ അനിയൻ അനുണ്ണിയാമ, അവർ അസുഖം ബാധിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ അവരുടെ 2ാം സ്ഥാനിയായ കൊച്ചുണ്ണി തിരുമുൽപ്പാടാണ് വലിയ തമ്പുരാന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനൊരു നെഹ്റുവിൻ്റെ ഓഫീസിലേക്ക് ഒരു എഴുത്തയച്ചു. അങ്ങനെ കലാമണ്ഡലം മറ്റൊരുത്തേക്ക് ഞങ്ങളുടെ ആതിഥ്യം സ്വീകരിക്കാൻ നമുക്ക് സന്തോഷമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു എഴുത്തയച്ചു. അതിന് മറുപടി വന്നു, അദ്ദേഹം അത് സ്വീകരിച്ചിരിക്കുന്നു, ഇന്ന ദിവസം ആ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ സന്നാഹങ്ങളും ചെയ്തു. അദ്ദേഹം വന്നു. ഇവിടുന്ന് വലിയകോലം, നിലമ്പൂർ കോലത്തെ വലിയകോലത്താണ് അദ്ദേഹം വന്നത്. എല്ലാവിധ അന്ന് ഞാൻ പറഞ്ഞില്ല, അത് പ്രൈവറ്റ് അല്ലെങ്കിൽ പേഴ്സണൽ വിസിറ്റ് ആയതുകൊണ്ട് പട്ടാളം പോലീസോ ഒന്നുമില്ല. അന്ന് തമിഴ്നാടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി കാമരാജും പിന്നെ അന്നത്തെ കോൺഗ്രസിലത്തെ AV കുട്ടിമാളുമ അങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിരുന്നത്. അദ്ദേഹം വന്നു, നിലമ്പൂർ കോലത്തെ എല്ലാ മെമ്പേഴ്സുമായിട്ട് ഇൻട്രാക്ഷൻ ചെയ്തു. അന്ന് കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് നമ്മുടെ ബന്ധുക്കളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു. എന്നിട്ട് ഒരു ഗ്രാൻഡ് സദ്യ കൊടുത്തു ഉച്ചയ്ക്ക്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒരു സിയസ്റ്റ, ഒരു ഉച്ചമയക്കം. അദ്ദേഹം വലിയ പോലത്തെ മുകളിൽ അപ്സ്റ്റെയറിൽ ആ ബെഡ്റൂമിലാണ് കിടന്നുറങ്ങിയത്. എന്നിട്ട് അതിന് ശേഷം വൈകുന്നേരം ഒരു പബ്ലിക് ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിരുന്നു. അതെന്താ വെച്ചാൽ വിനോബ ഭാവയുടെ ഭൂദാന പ്രസ്ഥാനം, അതിനുവേണ്ടി നിലമ്പൂർ കോലം 1000 ഏക്കർ വനഭൂമി വിട്ടുകൊടുത്തിരുന്നു ഫ്രീ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഈ ഡോക്യുമെൻ്റ് കൈമാറാൻ അത് കാട്ടിലത്തെ മൂപ്പനായ രൈറൻ
രൈരൻ മൂപ്പൻ എന്നുള്ള ആ ആദിവാസിക്ക് അതിൻ്റെ രേഖ കൈമാറാൻ വേണ്ടിയിട്ട് ഒരു പബ്ലിക് ഫംഗ്ഷൻ വെച്ച് MSP ഗ്രൗണ്ടിലാണത് ഉണ്ടായത്. അപ്പോൾ നിലമ്പൂർ കോലത്ത് ഭക്ഷണം കഴിഞ്ഞ് ഒരു ഉച്ചയോർക്കം കഴിഞ്ഞിട്ട് അദ്ദേഹം നേരെ അവിടേക്ക് പോയി. അവിടുന്ന് ഈ പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ച് കൊച്ചിയിൽ പോയി, അവിടുന്ന് അങ്ങോട്ട് ഡൽഹിക്ക് പോയി. അങ്ങനെയാണ് അദ്ദേഹം അന്നിവിടെ വന്നത്. സ്നേഹ, ചാച്ചാജിയെ നേരിട്ട് കാണാനും സംസാരിക്കാനും കഴിഞ്ഞ ആളുകൾ നമ്മുടെ നിലമ്പൂരിലുണ്ട് എന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ അഭിമാനം തോന്നുന്നു. എത്ര മനോഹരമായാണ് തൻ്റെ കോവിലകത്തു നടന്ന പ്രൗഢഗംഭീരമായ ആ സ്നേഹവിരുന്നിനെ കുറിച്ച് വർമ്മമാഷ് നമുക്ക് പറഞ്ഞു തരുന്നത്. ശ്രീ, നിലമ്പൂരിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ടതാണ് കോവിലകത്തിന്റെ നാമം. സമ്പന്നരിൽ നിന്ന് ഭൂമി ദാനമായി സ്വീകരിച്ച് ഭൂരഹിതർക്ക് സൗജന്യമായി വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഭൂദാന പ്രസ്ഥാനത്തിന് 1000 ഏക്കർ ഭൂമിയാണ് കോവിലകം സംഭാവന ചെയ്തത്. അതുമാത്രമോ, നിലമ്പൂരിന്റെ ഇന്ന് കാണുന്ന സർവപ്രതാപത്തിനും അടിത്തറ പാകിയത് നിലമ്പൂർ കോവിലകം തന്നെയാണ്. എന്തിനേറെ പറയുന്നു, വർഷങ്ങൾക്ക് മുമ്പ് ഉന്നത വിദ്യാഭ്യാസത്തിന് മഞ്ചേരിയെ ആശ്രയിക്കേണ്ടി വന്ന ജനങ്ങളുടെ പ്രയാസം നേരിൽ കണ്ടാണ് നമ്മുടെ ഈ വിദ്യാലയം പോലും സ്ഥാപിക്കപ്പെട്ടത്. ശ്രീ, പറഞ്ഞു പറഞ്ഞ് നേരം പോയതറിഞ്ഞില്ല. ആട്ടെ, എന്താണ് നമ്മുടെ അടുത്ത പരിപാടി? ഒരു കവിതയായാലോ? നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചാജിയെ കുറിച്ച് ഡോക്ടർ രൂപ് ചന്ദ്ര ശാസ്ത്രി മയങ്ക് എഴുതിയ മനോഹരമായ ഈ കവിത നമുക്ക് വേണ്ടി ആലപിക്കുന്നത് 10Kയിൽ പഠിക്കുന്ന ഹൃദയാണ്. जिस दिन लाल जवाहर नेता जन जगत ने पाया, उसका जन्म दिवस भारत में बाल दिवस कहलाया. मोती लाल पिता बैरिस्टर, माता थी स्वरूप रानी, छोड़ सभी आराम ऐश को राह चुनी दी बेगानी. त्याग वकालत को नेहरू ने गांधी का पथ अपनाया, उसका जन्म दिवस भारत में बाल दिवस कहलाया. आजादी पाने की खातिर वीरों ने बलिदान दिया, अमर सपूतों ने पग पग पर अपमानों का पान किया. दमन चक्र से जो गोरों के कभी नहीं घबराया, उसका जन्म दिवस भारत में बाल दिवस कहलाया. दागे नहीं तोप से गोले, ना बरछी तलवार उठाई, सत्य अहिंसा के बल पर खोई आजादी पाई. अनशन करके अंग्रेजों से शासन वापस पाया, उसका जन्म दिवस भारत में बाल दिवस कहलाया. बच्चों को जो सदा प्यार से हंसकर गले लगाता था, इसीलिए तो लाल जवाहर चाचा जी कहलाता था. अपने जन्म दिवस को जिसने बाल दिवस बनाया, उसका जन्म दिवस भारत में बाल दिवस कहलाया. शासक दास स्वदेश का पहला अपना प्यारा चाचा, नव भारत के निर्माता का मन था सीधा साचा. उद्योगों को जिसने 24 घंटे चक्र चलाया, उसके जन्म दिवस भारत में बाल दिवस कहलाया. उसका जन्म दिवस भारत में बाल दिवस कहलाया. धन्यवाद. ഹൃദയയുടെ കവിത ഇഷ്ടമായില്ലേ കൂട്ടുകാരെ? ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയെ കുറിച്ച് എത്ര ആശയഗാംഭീര്യമുള്ള വരികളാണ് ശ്രീ രൂപ് ചന്ദ്ര ശാസ്ത്രി മയങ്ക് രചിച്ചിരിക്കുന്നത്. അതെ ശ്രീ, തോക്കിനെയും വാളിനെയും തരിമ്പും കൂസാതെ ഗാന്ധിജി ചൂണ്ടിക്കാണിച്ച അഹിംസാ മാർഗം പിന്തുടർന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആ ധീര ദേശാഭിമാനിയെ കുറിച്ച് എത്ര പാടിയാലാണ് മതിയാവുക? സ്നേഹ, കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ചാച്ചാജി. കുട്ടികളാണ് സമൂഹത്തിന്റെ കരുത്തെന്ന് അദ്ദേഹം ദൃഢമായി വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ക്ഷേമത്തിലും സ്വാതന്ത്ര്യത്തിലും വിദ്യാഭ്യാസത്തിലുമെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ വേണ്ടിയാണ് നാം ശിശുദിനം ആഘോഷിക്കുന്നത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ വീടുകളിൽ ഒതുങ്ങിക്കൂടി ശിശുദിനം ആഘോഷിക്കേണ്ടി വരുന്ന നമുക്ക് വേണ്ടി 6B ക്ലാസ്സിൽ പഠിക്കുന്ന ഗിരിധർ ചന്ദ്ര തന്റെ പ്രിയപ്പെട്ട ചാച്ചാജിയെ കുറിച്ച് പറയുന്നത് കേൾക്കൂ. നമസ്കാരം. ശിശുദിനത്തിൻ്റെ മംഗളങ്ങൾ എല്ലാ കൂട്ടുകാർക്കും സ്നേഹപൂർവ്വം നേരുന്നു. നാളത്തെ നായകരും ലോക സൃഷ്ടാക്കളുമായ ശിശുക്കളുടെ പ്രാധാന്യവും മഹത്വവും നന്നായി മനസ്സിലാക്കിയ ആളായിരുന്നു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു.
അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 14-ാം തീയതിയാണ് ഭാരതം ശിശുദിനമായി ആചരിക്കുന്നത്. കുട്ടികളോടുള്ള സ്നേഹവും അവരുടെ ക്ഷേമത്തിനും വിദ്യാഭ്യാസത്തിനുമായി ചെയ്ത സംഭാവനകളും കണക്കിലെടുത്താണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം രാജ്യം ഇങ്ങനെ ആചരിക്കുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ കുട്ടികൾക്കായി ധാരാളം പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി വിദ്യാഭ്യാസ രംഗത്ത് അടിമുടി മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഉന്നത വിദ്യാഭ്യാസത്തിനായി നിരവധി സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. മാത്രമല്ല, പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കുകയും ഗ്രാമങ്ങൾ തോറും പ്രൈമറി വിദ്യാലയങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. കൂടാതെ പോഷകാഹാരക്കുറവ് നികത്തുന്നതിനായി ഭക്ഷണവും പാലും സൗജന്യമായി നൽകുന്ന പദ്ധതിക്ക് അദ്ദേഹം തുടക്കമിട്ടു. രാജ്യമെമ്പാടുമുള്ള കുട്ടികൾക്ക് അദ്ദേഹം പ്രിയങ്കരനായ ചാച്ചാജിയായിരുന്നു. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പുസ്തകം മാത്രം മതി കുട്ടികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ. 1928 സ്വാതന്ത്ര്യ സമരക്കാലത്ത് ജയിലിൽ ആയിരിക്കുമ്പോൾ മുസൂറിയിൽ താമസിക്കുകയായിരുന്ന 10 വയസ്സുകാരിക്ക് മകൾ ഇന്ദിരയ്ക്ക് അയച്ച കത്തുകളാണിവ. കേവലം കുറച്ച കത്തുകൾ എന്നതിൽ കവിഞ്ഞ് വിജ്ഞാനത്തിൻ്റെ ലോകത്തേക്ക് പറക്കാൻ ഒരുങ്ങുന്ന ഒരു കുട്ടിക്ക് നെഹ്റു തെളിച്ചു നൽകുന്ന വെളിച്ചമാണിത്. ഓരോ കത്തുകളിലായി ലളിതമായി ചരിത്രത്തെപ്പറ്റിയും ഭൂമിശാസ്ത്രത്തെപ്പറ്റിയും ഭാഷകളെക്കുറിച്ചും വിവിധ ലോകരാജ്യങ്ങളെക്കുറിച്ചും അങ്ങനെ നിരവധി വിഷയങ്ങളെക്കുറിച്ച് അടിസ്ഥാനപരമായി കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. ഓരോ വിഷയത്തിലുമുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്തെന്ന് ഈ കൃതി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് ഈ പുസ്തകം. 1889 നവംബർ 14 അലഹബാദിൽ ആണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത്. മോത്തിലാൽ നെഹ്റുവും സ്വരൂപ റാണിയും ആയിരുന്നു മാതാപിതാക്കൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ്, രാഷ്ട്രീയ തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ചു. നെഹ്റു ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നു. 1964 മെയ് 27 നെഹ്റു അന്തരിക്കുന്നത്. കുഞ്ഞുങ്ങളും പൂക്കളും മൃദുലവും നിർമ്മലവും ആണ്. അവയെ മൃദുവായി വേണം കൈകാര്യം ചെയ്യാൻ. അതുകൊണ്ട് മൃദുലവും നിർമ്മലവുമായ കുഞ്ഞുങ്ങളോടും നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഈ ശിശുദിനത്തിൽ എല്ലാ കുഞ്ഞുങ്ങളുടെയും മുഖം സന്തോഷത്താൽ നിറയട്ടെ എന്ന ആശംസയോട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. റേഡിയോ കണിക്കൊന്ന ശ്രീ വാക്കുകൾ പൂക്കളായി മാറുന്ന ഇന്ദ്രജാലമാണ് നാം ഇപ്പോൾ കണ്ടത്. ഗിരിധർ എന്ന കൊച്ചു കൂട്ടുകാരന്റെ ഈ ചെറിയ പ്രസംഗം കോവിഡ് കാലത്തിന്റെ എല്ലാ അസ്വസ്ഥതകളും നമ്മുടെ മനസ്സിൽ നിന്ന് നീക്കിക്കളയുന്നു. സ്നേഹ, ചാച്ചാജിയുടെ ബഹുമുഖ വ്യക്തിത്വത്തെക്കുറിച്ച് ഗിരിധർ തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചല്ലോ. അതിൽ അധികം ആർക്കും അറിയാത്ത ഒരു മുഖമാണ് സാഹിത്യകാരനായ നെഹ്റുവിൻ്റെത്. ഇന്ത്യയെ കണ്ടെത്തൽ, വിശ്വചരിത്രാവലോകനം, ആത്മകഥ, ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ്. ഇതിൽ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഏറെ പ്രസിദ്ധമായ ഈ പുസ്തകത്തിന്റെ വായനാനുഭവം നമ്മളുമായി പങ്കുവയ്ക്കാൻ 9 ജയിൽ പഠിക്കുന്ന നെതന്യ എബി തോമസ് എത്തിയിട്ടുണ്ട്. നെതന്യയുടെ വാക്കുകൾ ശ്രദ്ധിക്കൂ. Hello all, I'm Nadanya Ebi Thomas of class 9J. Wishing you all a happy Children's Day at first, and I'm really happy to introduce an amazing book, The Letters from a Father to His Daughter,
by Jawaharlal Nehru, or with love, Chachaji, on this special day of his memory. Well, about this book, this is a series of about 30 letters written by Panditji to his 10-year-old daughter Indira in 1928. While Indira was at Mussoorie and Chachaji at Allahabad, knowing that it was impossible for him to spend quality time with his daughter, he chose letters as a means of communication. More than just letters, I would say, they were milestones for a 10-year-old child to reach out the wondrous mysteries of earth and its being, and probably for anybody who reads it. This book projects Nehru's love towards his society and his mother nature. Moreover, this book is a brief summary of a vast history. This book deals with subjects like nature, evolution of living beings and their connection with nature, evolution and history of human beings, formation of society and the relation between man and society, how different languages were formed, links between different languages, origin of civilizations, origin of different religions, beginning of agriculture and the change it brought to human life. It talks about India and China, about trade, about Aryans who came to India, about the epics of Mahabharatam and Ramayana, and so on. In short, this book deals with every aspect of human history. This is a simple but highly influential book to anybody who reads this irrespective of their age. Reading this book will surely create a change in you. So I would suggest everybody to read this book. Once again, wishing you all a happy Children's Day and thank you. എത്ര ഭംഗിയായിട്ടാണ് നദന്യ ഈ പുസ്തക വിചാരം നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. മകളുടെ സുഖവിചാരം അന്വേഷിച്ചുകൊണ്ടുള്ള കത്തല്ല ഇതെന്നും തൻ്റെ മകൾ ലോകത്തെ അറിഞ്ഞു വളരാനുള്ള കാര്യങ്ങളാണ് ചാച്ചാജി ഇതിൽ എഴുതിയിരിക്കുന്നതെന്നും നദന്യ നമുക്ക് പറഞ്ഞു തരുന്നു. ഭൂമിയുടെ ഉദ്ഭവം, മനുഷ്യന്റെ പരിണാമം, പ്രകൃതിയുടെ വൈവിധ്യം, ജീവജാലങ്ങളുടെ ആവിർഭാവം, ഭാഷ, ചരിത്രം, സംസ്കാരം, മതം, ആര്യന്മാരുടെ കുടിയേറ്റം, രാമായണം, മഹാഭാരതം ഇവയെക്കുറിച്ചെല്ലാം ആ കത്തുകൾ സംസാരിക്കുന്നുണ്ടെന്ന് എത്ര മനോഹരമായാണ് നദന്യ പറഞ്ഞു വച്ചത്. ഇതുപോലെ നിങ്ങളുടെ അറിവും കഴിവും വളർത്തിയെടുക്കാൻ സന്നദ്ധമായി റേഡിയോ കണിക്കൊന്ന എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ശിശുദിനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചാച്ചാജിയുടെ പുസ്തകങ്ങൾ തേടി പിടിച്ചു വായിക്കുക എന്നത് തന്നെയാണ്. വീണുകിട്ടിയ ഈ ഒഴിവു സമയം നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി നമ്മുടെ അവസാനത്തേതും എന്നാൽ ഏറെ പ്രധാനപ്പെട്ടതുമായ ഒരു പരിപാടിയാണ് സ്കൂൾ വാർത്തകൾ തന്നെ. ഈ വാർത്ത നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് 9H പഠിക്കുന്ന അലോന സ്റ്റാൻലിയാണ്. നമസ്കാരം. മാനവേദൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അലോണ സ്റ്റാൻലി. പ്രധാന വാർത്തകൾ. വിഭവശേഖരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഡിസംബറിൽ ഉദ്ഘാടനം പ്രതീക്ഷിക്കുന്ന മാനവേദൻ്റെ പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിക്കുന്ന ക്ലാസ് മുറികളിലേക്ക് ബെഞ്ച്, ഡെസ്ക്, CCTV, സൗണ്ട് സിസ്റ്റം മുതലായവ ശേഖരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നിലമ്പൂരിലെ വിവിധ ബാങ്കുകൾ, സ്ഥാപനങ്ങൾ, മാനവേദനിൽ നിന്ന് വിരമിച്ച അധ്യാപകർ എന്നിവരിൽ നിന്ന് തുക കണ്ടെത്തുന്ന പദ്ധതിയാണിത്. പുത്തനെടുപ്പും പുസ്തകവും പദ്ധതിക്ക് തുടക്കമായി. കേരള പോലീസിന്റെയും SPC പദ്ധതിയുടെയും നേതൃത്വത്തിൽ ശിശുദിനത്തോടനുബന്ധിച്ച് പുത്തനെടുപ്പും പുസ്തകവും പദ്ധതിക്ക് തുടക്കമായി. SPC കേഡറ്റുകളിൽ നിന്നും അലുമിനി കേഡറ്റുകളിൽ നിന്നും ശേഖരിച്ച പുത്തനുടുപ്പുകളും പഠനോപകരണങ്ങളും നിർധനരായ കുട്ടികളെ കണ്ടെത്തി വിതരണം ചെയ്യുന്ന പ്രവർത്തനമാണിത്. കേഡറ്റുകളിൽ നിന്നും ശേഖരിച്ച സാധന സാമഗ്രികൾ ജില്ലാ നോഡൽ ഓഫീസർ SI ശ്രീ പൗലൂസ് കുട്ടമ്പുഴയ്ക്ക് കൈമാറി. പക്ഷി നിരീക്ഷണ ക്ലബ് പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടർ സാലിം അലിയുടെ 124ാം ജന്മദിനത്തോടനുബന്ധിച്ച് മാനവേദനിലെ ജീവശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പക്ഷി നിരീക്ഷണ ക്ലബ് പ്രവർത്തനം ആരംഭിച്ചു. NCC സെലക്ഷൻ നടന്നു. മാനവേദനിലെ 2020 അധ്യയന വർഷത്തെ 8ാം ക്ലാസ്സിലേക്കുള്ള NCC സെലക്ഷൻ നടന്നു.
25 ആൺകുട്ടികൾക്കും 25 പെൺകുട്ടികൾക്കുമാണ് പ്രവേശനം നൽകിയത്. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി. ശിശുദിനവുമായി ബന്ധപ്പെട്ട ഈ പ്രത്യേക പരിപാടി എല്ലാവരും ആസ്വദിച്ചു എന്ന് കരുതട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നേരിട്ടും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങളുടെ വിലാസം റേഡിയോ കണിക്കുന്ന പോസ്റ്റ് ബോക്സ് നമ്പർ 679329 മാനവേദൻ, നിലമ്പൂർ. വിലാസം ഒരിക്കൽ കൂടി: റേഡിയോ കണിക്കൊന്ന പോസ്റ്റ് ബോക്സ് നമ്പർ 679329 മാനവേദൻ, നിലമ്പൂർ. കൂട്ടുകാരെ, ഇനി അടുത്ത പരിപാടിയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും ഞങ്ങളുടെ നല്ല നമസ്കാരം.